അതേപോലെ തന്നെ മലയാളികൾ അടുത്തതായിട്ട് ചാക്കോച്ചന്റെ പ്രൊജക്ട് പറയുന്നത് മഹേഷ് നാരായണന്റെ പ്രൊഡക്റ്റാണ്. മമ്മൂക്ക, ലാലേട്ടൻ, സാധു ആഫിലി എന്താണ് തകർക്കാനുള്ളത് അതിൽ പറയാനുണ്ട്? ഇതേപോലെ ആക്ഷൻസ് ഒക്കെ അതിൽ കാണാൻ പറ്റും. ഞാനൊരു 3 ദിവസം മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. എൻ്റെ പോർഷൻസ് അവരുമായിട്ടുള്ള കോമ്പിനേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. കാരണം അത്രയ്ക്ക് നല്ല നമുക്ക് മലയാള സിനിമയെ ലോക സിനിമയ്ക്ക് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാലൻറ്റുകൾ സിനിമയുടെ മുന്നിലും പുറകിലും ഉണ്ട്, അല്ലെങ്കിൽ കൂടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. മഹേഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെക്നിക്കലി ഏതെല്ലാം രീതിയിൽ ഒരു സിനിമയെ ഹൈയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണെന്നുള്ളത്, അല്ലെങ്കിൽ ടെക്നീഷ്യനാണെന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് സിനിമയിൽ കാണാൻ സാധിക്കും. ഓഫ്കോഴ്സ് അത് ഇതുവരെ നമ്മളങ്ങനെ കണ്ട് പരിചിതമല്ലാത്ത ഒരു ടെറൈൻ അല്ലെങ്കിൽ ഒരു ബാക്ക്ഡ്രോപ്പിനാണ് അത് പറഞ്ഞു പോകുന്നത്. അത് തീർച്ചയായിട്ടും ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ ലവേഴ്സ്. പ്രത്യേകിച്ച് അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് എന്നുള്ളൊരു കാര്യം അടിവരായിട്ട് പറയുന്നത്. ഈ കണ്ടുവരുന്ന പടങ്ങളൊക്കെ ഫുൾ ആക്ഷൻസ് ആണ്. പിന്നെ വരാനുള്ള പടങ്ങളും ചാക്കോച്ചൻ്റെ ആക്ഷനാണോ? ഞാനിപ്പോൾ ചെയ്യുന്നത് രതീഷ് പൊതുവാളുടെ എന്നതാം കേസുകളിന് ശേഷം ഒരു ഫുൾ ലെങ്ത് ഒരു സിനിമ ഞങ്ങൾ ചെയ്യുകയാണ്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നുള്ളതാണ് സിനിമയുടെ പേര്. അതിൽ കുറച്ചുകൂടെ ഒരു ഫണ്ണും സെറ്റയറും അത്യാവശ്യം കൂടി ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഒരു കുറച്ചും കൂടി ഒരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയായിരിക്കും. അതിൽ ദിലീഷ് പോത്തൻ, സജിൻ ഗോപു, നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഡയറക്ട് ചെയ്ത ചിദംബരം അഭിനയിക്കുന്നുണ്ട്. പിന്നെ ജാഫർ ഡി, സുധീഷ്, ഇങ്ങനെ ഒരു ഇതുപറ്റും നല്ല ടാലന്റുകളുണ്ട്. തീർച്ചയായിട്ടും അത് വേറെ രീതിയിൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. മമ്മൂക്കയെ പോലെ തന്നെ പക്ക ഒരു ജെൻസി ട്രെൻഡിൽ നിൽക്കുന്ന ഒരാളാണ് താങ്കൾ. താങ്കൾ ഇങ്ങനെ കോസ്റ്റ്യൂം എടുത്ത് നോക്കിയാൽ തന്നെ മറ്റുള്ളവരെക്കാൾ ഒരുപാട് എടുത്ത് നിൽക്കുന്ന, എങ്ങനെയാണ് കീപ്പപ്പ് ചെയ്യുന്നത്? എൻ്റെ ഭാര്യയാണ് അതിൻ്റെ കാരണക്കാരി. പിന്നെ മമ്മൂക്കയെ നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഏറ്റവും ട്രെൻഡിയസ് എന്താ പറയുക ഒരു മാൻ അല്ലെങ്കിൽ ഒരു ചാപ്പ് എന്ന് പറയുന്നത് വിളിക്കും. അതായത് പുള്ളിയാണ് ഏറ്റവും കൂളസ്റ്റ് ഗൈ ഇൻ ടൗൺ നൗ. പറഞ്ഞാൽ ഞാൻ ചോദിക്കുകയാണ്, മലയാള സിനിമ ഒരു ഗോൾഡൻ എറയിലൂടെ വരും എന്ന് പ്രതീക്ഷയാണ്. ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല സിനിമകൾ വരുമ്പോഴും നിർമ്മാതാക്കൾക്ക് ലാഭം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. അപ്പം ശരിക്കും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? നിർമ്മാതാക്കൾക്ക് കൃത്യമായ ലാഭം കിട്ടുന്നില്ല, അത് സിനിമകൾ ഇച്ചിലൂടെ നല്ല ട്രാക്കിൽ പോകണം എന്ന് വിശ്വസിക്കുന്നുണ്ടോ? നല്ല സിനിമകൾ, ഓടുന്ന സിനിമകൾക്ക് നിർമ്മാതാക്കൾക്ക് ലാഭം കിട്ടുന്നുണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഞാനും ചില സിനിമകളുടെ നിർമ്മാണ പങ്കാളിയായിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അത് എല്ലാം പ്ലാൻ ചെയ്ത പോലെ സംഭവിക്കണമെന്നില്ല. ഇപ്പോൾ സിനിമയുടെ കാര്യമാണെങ്കിലും ഈ 2020 പോലെയാണ്. ഏത് നിമിഷവും പല കാരണങ്ങൾ കൊണ്ട് റിസൾട്ട് വേറെ രീതിയിൽ മാറ്റിമറിക്കപ്പെടാം. അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുന്നു, മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളുള്ള ഡിപ്പെൻഡൻ്റ് ആണ്. ചിലപ്പോൾ ഒരു മഴ വരുമ്പോൾ ആ ഒരു ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ അധികം ബാധിക്കപ്പെട്ടേക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് കൊണ്ട് ഇപ്പം പരീക്ഷ സമയമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു കളക്ഷൻ പോയിന്റ് കിട്ടിയില്ലാതെ വരും. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള വേറെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പല വേറെ ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഹൈലൈറ്റ് ചെയ്ത് അതും കൂടെ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. പക്ഷെ അൾട്ടിമേറ്റ്ലി നല്ല സിനിമ, ക്വാളിറ്റി സിനിമ, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഗുണകരമാണ്. പിന്നെ അൺനെസസറി ആയിട്ടുള്ള ഇഷ്യൂസ് ബ്ലോക്ക് ചെയ്യാതെ നമ്മൾ കുറച്ചും കൂടെ കാര്യഗൗരവമായിട്ട് സിനിമയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് റിസൾട്ട് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ പറഞ്ഞ അഭിനയിക്കുന്നവർ തന്നെ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങി കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അഭിനയിക്കുന്നവർ അഭിനയിച്ചാൽ മതി എന്നുള്ള ഒരു മോണോപോളി പോലെ ഫീൽ ചെയ്യുന്നില്ല. ഇതെല്ലാം ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടാവും, സംഘടനാപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാം മാറ്റുന്ന രീതിയിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി നിങ്ങൾ ഓടിച്ച് കാണിച്ചാൽ ഇതൊക്കെ സോൾവ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഓഫീസർ ഓൺ ഡ്യൂട്ടി നിങ്ങൾ തിയേറ്ററിൽ വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. എനിവേസ് താങ്ക് യു. കാരണം ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ഇത് നമ്മൾ ഏത് രീതിയിലാണ് ഇത് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് ആ രീതിയിൽ സിനിമ കണക്റ്റഡ് ആവുന്നു എന്നറിയുന്നതിൽ ആ ഒരു ഫീഡ്ബാക്ക് തന്നതിന്, ആ ഒരു അക്സെപ്റ്റൻസ് തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. സോ ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. കാരണം അത്രയ്ക്ക് ഈ സിനിമയുടെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു ടീം ഇതിൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ മുന്നിലും പിന്നിലുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഡിസേർവ് ചെയ്യുന്ന, ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും അത് പോയി കാണാം. താങ്ക് യു ഫോർ ഓൾ ദ ലവ്.